ത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 18 വാക്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിച്ചു. ഇന്ന് 19 മുതലുള്ള വാക്യങ്ങളിൽ ആണ് ഒരുമിച്ച് വചനം ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. 19 മുതലുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് നാം വായിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ കർത്താവ് യേശുക്രിസ്തുവിന് സാക്ഷ്യം പറയുന്ന ഒന്നാമത്തെ സാക്ഷിയായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാൻ സ്നാപകനെ ഇവിടെ അവതരിപ്പിക്കുന്നു. 19-ാമത്തെ വാക്യത്തില് യോഹന്നാനോട് ചോദിപ്പാനായിട്ട് യെരുശലേമിൽ നിന്ന് സന്നദ്ധിയും സംഘം അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അടങ്ങുന്ന അവര് യോഹന്നാനോട് ചോദിപ്പാനായിട്ട് ഒരു എൻക്വയറി കമ്മീഷൻ, ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നതാണ്. ന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. നാം ഇതിനു മുമ്പും ചിന്തിച്ചതും കാണാതെ അറിയാവുന്നതുമായിട്ടുള്ള വാക്യമാണ്. യേശു ദൈവപുത്രനായി ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവേണ്ടതിനും എഴുതിയിരിക്കും. സോ ദ പർപ്പസ് ഓഫ് റൈറ്റിംഗ് ജോൺസ് ഗോസ്പൽ ഈസ്, ആരെല്ലാം ഇത് വായിക്കുന്നു, all those who read this gospel should believe that Jesus is the Son of God, Christ, and believing in him, believing that Jesus is the Son of God or Christ, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവർക്ക് through his name, because of his name, they will have eternal life. അവർക്ക് നിത്യജീവൻ ലഭിക്കും. അപ്പൊ അതാണ് യോഹന്നാൻ ഇത് എഴുതിയതിന്റെ ഉദ്ദേശം. ഒന്ന്, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കും. യേശു നസ്രയത്തിലെ ഗലീലയിലെ ഒരു ഗ്രാമമായ നസ്രയത്തിൽ ജനിച്ച യോസഫിന്റെയും മറിയയുടെയും മകനായ ഒരു സാധാരണക്കാരനായ തച്ചൻ എന്ന് മാത്രം യേശുവിനെ കണ്ടുകൊണ്ടിരുന്ന യഹൂദന്മാരും അവിടെയുള്ള ആളുകളും, അല്ലെങ്കിൽ അന്നത്തെ ഗ്രീക്ക് വേൾഡ് മുഴുവൻ, യവന ലോകം പറയുന്ന ഫിലോസഫി, തത്വശാസ്ത്രം പറയുന്ന ലോകത്തിൽ കൊരിന്ത്യര് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലോ, ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാകും. യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോ ഇത് നശിച്ചു പോകുന്നവർക്ക്, ഇത് കൈക്കൊള്ളാത്തവർക്ക് അത് നാശയോഗ്യമായി തീരും. എന്നാൽ ഇവിടെ യോഹന്നാൻ അതുകൊണ്ട് തന്നെ യേശു ഗലീലയിൽ നസ്രയത്തിൽ ജനിച്ച ഒരു സാധാരണക്കാരനായ തച്ചൻ അല്ലെന്നും അവൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്നും എല്ലാവരും വിശ്വസിക്കേണ്ടതിനായിട്ടാണ് യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുന്നത്. അപ്പൊ യോഹന്നാൻ അങ്ങനെ യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കണമെങ്കിൽ യോഹന്നാൻ നമുക്കറിയാം യേശു ക്രിസ്തു ആകുന്നുവെന്ന് സാക്ഷ്യം പറയുന്ന ആളുകളെ അവതരിപ്പിക്കുന്നു. സോ വിറ്റ്നസസിനെ അല്ലെങ്കിൽ സാക്ഷികളെ നിരത്തുകയാണ് ഇവിടെ യോഹന്നാൻ ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം ആദ്യത്തെ അധ്യായങ്ങളെല്ലാം വായിച്ചാൽ നമുക്കറിയാം യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം, പിന്നെ നഥനയേലിന്റെ സാക്ഷ്യം, പിന്നെ നിക്കോദിമോസിന്റെ സാക്ഷ്യം, ഫിലിപ്പോസിന്റെ സാക്ഷ്യം, അങ്ങനെ അനേകരുടെ സാക്ഷ്യം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ ഇവിടെ ഒന്നാമത്തെ സാക്ഷിയായിട്ട് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ ആരെയാണ് അവതരിപ്പിക്കുന്നത്? ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകനെ ഒന്നാമത്തെ സാക്ഷിയായിട്ട് ദ ഹ്യൂമൻ വിറ്റ്നസ്, ഞാൻ പറഞ്ഞത് മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള സാക്ഷിയായിട്ട് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം പറയുകയാണ്. യോഹന്നാൻ നമുക്കറിയാം അരയിൽ തോൽവാറും വെട്ടുക്കളിയും കാട്ടുതേനുമായിട്ട് ജീവിച്ച, മരുഭൂമിയിൽ പാർത്ത ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. ആ യോഹന്നാൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ, യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഒരുങ്ങിയ ഒന്നാമത്തെ സാഹചര്യം, യെരുശലേമിൽ നിന്ന് മതമേധാവികൾ, സന്നദ്ധിയും സംഘം യോഹന്നാനോട് ചോദിക്കുന്നു. യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് അവർ കേട്ടു. യോഹന്നാൻ സ്നാനം കഴിപ്പിക്കാൻ ഉള്ള യോഹന്നാനുള്ള യോഗ്യത എന്താ, അതൊന്ന് തിരിച്ചറിയണം.
അതിന് സന്നദ്രീം സംഘം, യഹൂദ മതത്തിന്റെ ഏറ്റവും സുപ്രീം കോടതി എന്ന് പറയാവുന്ന സന്നദ്രീം സംഘം യോഹന്നാന്റെ അടുക്കലേക്ക് യെരുശലേമിൽ നിന്ന് ആരെയായിരുന്നു? പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചു. 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. എന്തിനു വേണ്ടി അയച്ചത്? അവൻ ആരാണെന്ന് ചോദിക്കാൻ. നീ ആരാണ്? ഹു ആർ യു ടു ബാപ്റ്റൈസ് പീപ്പിൾ? നീ ആളുകളെ സ്നാനം കഴിപ്പിക്കുന്നല്ലോ, അതിനുള്ള നിനക്കുള്ള അധികാരം എന്താണ്? നീ ആരാണ്? നീ അങ്ങനെ ചെയ്യുവാൻ നിനക്കുള്ള അധികാരം എന്താണെന്ന് ചോദിക്കുക. നമുക്കറിയാം, യഹൂദ മത മേധാവി അത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഒരിടത്തൊരാള് പ്രസംഗിക്കാൻ വന്നാൽ, ഒരിടത്തൊരാള് സ്നാനം കഴിപ്പിച്ചാൽ, നീ എന്ത് അധികാരം കൊണ്ടാ ചെയ്യുന്നത്? ആരാ നിന്നെ ഇതിന് അധികാരപ്പെടുത്തിയത്? കർത്താവിനോട് തന്നെ ചോദിക്കുന്നു. കർത്താവ് ദേവാലയം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം, അതാ സുവിശേഷത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, പിറ്റേ ദിവസം കർത്താവ് യെരുശലേം ദേവാലയത്തിൽ കൂടി നടന്നപ്പം അന്നേ ചോദിച്ചു, ഈ ദേവാലയമൊക്കെ ശുദ്ധീകരിക്കാൻ നിനക്ക് ആരാ അധികാരം തന്നത്? നീ ആരാ? നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? നിനക്ക് ഇതൊക്കെ ചെയ്യാനുള്ള അധികാരം എന്താണ്? അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സന്നദ്രീം സംഘം, അതായത് യഹൂദന്മാർ എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം അവിടെ പറയുന്നു, നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ, ഇപ്പൊ നമ്മളിവിടെ കാണുന്നത് യോഹന്നാന്റെ സാക്ഷ്യം എന്താണെന്ന് പറയുക. അത് 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ആ യോഹന്നാന്റെ സാക്ഷ്യത്തെ കുറിച്ച് വിവരിക്കുന്നു. യോഹന്നാനോട് ചോദിക്കാം, നീ ആരാന്ന് ചോദിക്കാം. 1-ാമത്തെ ചോദ്യം 20-ാമത്തെ വാക്യം, അവൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല എന്ന് ഏറ്റു പറഞ്ഞു. അപ്പൊ അവര് വന്ന് ചോദിച്ചു, നീ ഈ സ്നാനമൊക്കെ കഴിപ്പിക്കുന്നുണ്ടല്ലോ, നീ ആരാ? നീ ക്രിസ്തു ആണോ? അപ്പൊ അവരെല്ലാവരും ഒരു മസിഹായെ കാത്തിരുന്നവരാണ്. യഹൂദ മത നേതൃത്വം മുഴുവൻ ക്രിസ്തു വരുമെന്നുള്ളത് അവരുടെ ഒരു വലിയ പ്രത്യാശയും പ്രതീക്ഷയുമായിരുന്നു. അപ്പൊ യോഹന്നാൻ വന്നു കഴിഞ്ഞ് യോഹന്നാൻ ആളുകളെ സ്നാനം കഴിപ്പിക്കുന്നു, അല്ലെ, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ വിട്ട് ഒഴിഞ്ഞു മാനസാന്തരപ്പെടുവീൻ എന്ന് പറയുന്നതായിട്ടുള്ള സ്നാനം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് 2-ാമത്തെ വാക്യം, ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും, കർത്താവിന്റെ വഴി ഒരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീനെന്നും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്നു, മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചു, പാപമോചനത്തിനായുള്ള മാനസാന്തരം പ്രസംഗിച്ചും കൊണ്ടിരുന്നു. അതുപോലെ യോഹന്നാനെ കുറിച്ച് പറയുന്നു, അവൻ അരയിൽ തോൽവാറും ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചു പോന്നു. അപ്പോ എല്ലാവരും അന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം കഴിഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അപ്പൊ വലിയൊരു സംഭവം ഇവിടെ യഹൂദ്യയിൽ നടന്നുകൊണ്ടിരിക്കുക. എന്താ? യോഹന്നാൻ വന്നു. യോഹന്നാനെ കാണാൻ തന്നെ വലിയൊരു ഫിഗർ, ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിൽ തോൽവാർ, വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിക്കുന്ന, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവനായിട്ടുള്ള യോഹന്നാൻ പറയുകയാണ്, കർത്താവിന്റെ വഴി ഒരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ, മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും സ്നാനമേൽപ്പീൻ എന്ന് വിളിച്ചു പറയുക. അപ്പൊ അനേകർ വന്ന് സ്നാനമേൽക്കും. അപ്പൊ അതൊരു വലിയ സംഭവമായപ്പം യെരുശലേമിൽ വിവരം അറിഞ്ഞപ്പം മതം മേധാവി ഒരുപക്ഷെ അവരുടെ സുപ്രീം കോടതി സന്നദ്ധി സംഘം കൂടിയിട്ട് അവര് യോഹന്നാന്റെ അടുക്കലേക്ക് ആളയച്ചു, നീ ആരാ? നീ എന്തുകൊണ്ടാ ഈ സ്നാനം കഴിക്കും? നിനക്ക് ഇതിനുള്ള അധികാര യോഗ്യത എന്താണെന്ന് ചോദിക്കാൻ വന്നവരെ കുറിച്ചാണ് ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുന്നത്. അപ്പം അന്നേച്ച് അവനോട് ചോദിച്ചു, നീ ക്രിസ്തു ആണോ എന്ന് ചോദിച്ചു. ആർ യു ദ ക്രൈസ്റ്റ്? നീ ആണോ ക്രിസ്തു എന്ന്? അപ്പൊ പറയുന്നത്, ഞാൻ ക്രിസ്തു അല്ല എന്നവൻ ഏറ്റു പറഞ്ഞ ചോദ്യം ഇവിടെ നാം കാണുന്നില്ല. എങ്കിലും യോഹന്നാൻ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തു അല്ല. അപ്പൊ ക്രിസ്തു ആണോ എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും ക്രിസ്തു അല്ല എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞു, 2-ാമത്തെ ചോദ്യം എന്തുവാ? നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചു. അപ്പൊ ഏലിയാവോ എന്ന് ചോദിക്കാനുള്ള കാരണം, ക്രിസ്തു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു, പ്രത്യാശിച്ചിരുന്നു.
ഏലിയാവ് ഒന്ന് ചോദിക്കാനുള്ള കാര്യം മലാക്കി പ്രവചനം 4-ാം അധ്യായം അല്ലേ? മലാക്കിയുടെ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ. 5-ാമത്തെ വാക്യം വായിച്ചാൽ മലാക്കി 4:5. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. വാക്കിയുടെ വായിച്ചു. അവൻ വന്ന് ഭൂമിയെ ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് തെളിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയ അപ്പന്മാരോടും. അപ്പൊ ഏലിയാവ് വരുമെന്നുള്ളത് എന്തായിരുന്നു? മലാക്കിയുടെ പ്രവചനത്തിൽ. അഥവാ യേശുക്രിസ്തു ലോകത്തിൽ വരുന്നതിന് എത്ര വർഷം മുമ്പായിരിക്കും മലാക്കി പ്രവചിച്ചത്? മലാക്കി പ്രവചനം കഴിഞ്ഞാൽ പിന്നെ അല്ലേ ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് എന്ന് പറയും. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വലിയൊരു ഗ്യാപ്പ്. അത് 400 വർഷങ്ങൾ അല്ലേ? അത് നമ്മൾ പറയുന്നത് നിശബ്ദതയുടെ 400 വർഷങ്ങൾ, 400 years ഓഫ് സൈലൻസ്. മലാക്കിയുടെ പ്രവചനം കഴിഞ്ഞു, പിന്നെ ഒരു പ്രവചനവും നാം ഇങ്ങോട്ട് കാണുന്നില്ല. പിന്നെ പ്രവചിക്കുന്ന ആരാ? യോഹന്നാൻ സ്നാപകൻ. അപ്പോ ഈ 400 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദൈവത്തിന്റെ ശബ്ദം ലോകത്തോട് വിളിച്ചറിയിച്ച പ്രവാചകനായിരുന്നു ആര്? യോഹന്നാൻ സ്നാപകൻ. അപ്പൊ മലാക്കി പറഞ്ഞിരുന്നു ഏലിയാവ് വരും, കാലം തീരുമ്പോഴത്തേക്ക് ഏലിയാവ് വരും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഏലിയാവാണോ എന്ന് ആര് ചോദിച്ചു? ഈ യഹൂദന്മാരുടെ മതമേധാവികൾ അയച്ചവര്, പുരോഹിതന്മാരും ലേവ്യരും വന്ന് ചോദിച്ചു. ആദ്യം ചോദിച്ചു, നീ ക്രിസ്തു ആണോ? അപ്പൊ ഞാൻ ക്രിസ്തു അല്ല എന്ന് ഫ്ലാറ്റ്ലി ഡിനൈഡ് അല്ലേ, ഞാൻ ക്രിസ്തു അല്ലെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചെന്നാ പിന്നെ നീ ഏലിയാവാണ്? ഉടനെ പറഞ്ഞു ഞാൻ ഏലിയാവ് അല്ല എന്ന് പറഞ്ഞു. ഏലിയാവ് അല്ലെന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. കർത്താവിനോട് ചോദിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 11:14 വായിച്ചു. മത്തായിയുടെ സുവിശേഷം 11:14. നിങ്ങൾക്ക് പരിഗ്രഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ എന്ന് ആര് പറഞ്ഞു? യേശു പറഞ്ഞു. ആരെ കുറിച്ച് പറഞ്ഞു? യോഹന്നാൻ സ്നാപകനെ കുറിച്ച്. അതിന്റെ മേളത്തെ വാക്യങ്ങൾ വായിച്ചാല് നീ മത്തായിയുടെ സുവിശേഷം 17:10-13 വരെ. മത്തായിയുടെ സുവിശേഷം 17:10-13 വരെ. എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടത് അപ്പോ അവര് വന്ന് ചോദിക്കുക, ഏലിയാവ് മുമ്പ് വരേണ്ടതെന്ന് ശാസ്ത്രന്മാര് പറയുന്നു. അതെന്താണ്? യേശുവിനോട് ചോദിക്കൂ. ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനത്താക്കും സത്യം. എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയും. അപ്പൊ വായിച്ചു. എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവർ അവനോട് ചെയ്തു. അതുപോലെ തന്നെ മനുഷ്യപുത്രനോ ഒരാൾ കഷ്ടപ്പെടും. അപ്പോ കർത്താവ് പറയുന്നത് ഏലിയാവ് വന്നു കഴിഞ്ഞു അല്ലേ? അത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്. ഇവിടെ യോഹന്നാൻ സ്നാപകനോട് ചോദിക്കും, പറഞ്ഞു ഞാൻ ഏലിയാവല്ലെന്ന്. ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? വേദപുസ്തകം തെറ്റാണോ? അല്ല. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ 16 തൊട്ടൊക്കെ വായിക്കണം, മേളിൽ തൊട്ട് വായിക്കണം. വായിച്ചാൽ സെക്കറിയാവിന് വായിച്ചു. ലൂക്കോസ് 1:16-17. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ ഇത് എന്താ? യോഹന്നാൻ സ്നാപകന്റെ ആ ജനന സമയത്ത് ദൂതൻ പ്രത്യക്ഷനായി സെക്കറിയാവിനോട് പറയുന്നതാണ്, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. 13-ാമത്തെ വാക്യം. അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട്
ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. അപ്പൊ കർത്താവ് യോഹന്നാൻ സ്നാപകനോട് ചോദിച്ചു, നീ ഏലിയാവ് വന്നെന്ന്. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഞാൻ ഏലിയാവെന്ന്. എന്നാൽ കർത്താവ് പറയുന്നു, ഏലിയാവ് വന്നു കഴിഞ്ഞു, അല്ലയോ? അവരവനെ തിരിച്ചറിഞ്ഞില്ല, അവനോട് അവർക്ക് ബോധിച്ചതെല്ലാം ചെയ്തു. അത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അപ്പൊ കർത്താവ് എന്താണ് അർത്ഥമാക്കിയത്? ഈ ഭാഗം നമുക്ക് അതിന്റെ ഉത്തരം തരുന്നുണ്ട്. അവൻ ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കുമെന്ന് യോഹന്നാന്റെ ജനനത്തിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ ദൂതൻ യോഹന്നാന്റെ പിതാവായ സെക്കറിയാവിനോട് പ്രവചിച്ചു. അപ്പൊ ആ പ്രവചനം, അതുകൊണ്ടാണ് ഏലിയാവ് അല്ലെന്ന് യോഹന്നാൻ പറയുമ്പോൾ, എന്നാൽ യോഹന്നാന്റെ ശുശ്രൂഷ ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, 400 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദൈവം അയച്ച പ്രവാചകനായിരുന്നു ആര്? യോഹന്നാൻ. അപ്പോ യോഹന്നാൻ സ്നാപകനോട് യഹൂദന്മാർ അയച്ച പ്രതിനിധികൾ, ഡെലിഗേഷൻ അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷൻ, അന്ന് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നീ ക്രിസ്തു ആണോ? അപ്പൊ അല്ല. രണ്ടാമത്, നീ ഏലിയാവാണോ ചോദിക്കുന്നു, അല്ലെന്ന് പറയുന്നു. പിന്നെ നീ ആ പ്രവാചകനോ എന്നതിന്, അത് ആ പ്രവാചകൻ, ആർ യു ദാറ്റ് പ്രോഫറ്റ്, അതാരാ ആ പ്രവാചകൻ എന്ന് പറയുന്നത്? ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 18-15. മോശ പറയുക, നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകൻ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കും. 18-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം കൂടെ വായിച്ചു. നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവനോട്. അപ്പൊ മോശ പറഞ്ഞിരുന്നു, എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അപ്പൊ അവരുടെ പ്രധാന 3 ചോദ്യങ്ങൾ: 1, ക്രിസ്തു ആണോ? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞല്ല. 2, ഏലിയാവാണോ? പറഞ്ഞല്ല. പിന്നെ മോശ പറഞ്ഞിരുന്നത് പ്രവാചകനെ അയക്കും, ഞാൻ എന്റെ വചനങ്ങളെ, ദൈവം പറയുന്നു, എന്റെ വചനങ്ങളെ ഞാൻ അവന്റെ നാവിന്മേലാക്കും. ആ പ്രവാചകനാണോ നീ എന്ന് യോഹന്നാനോട് ചോദിക്കുന്നു. അപ്പോ അതിന് 21-ാമത്തെ വാക്യം, നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്നവൻ ഉത്തരം പറഞ്ഞു. അപ്പോ 3 ചോദ്യങ്ങളും അല്ല അല്ല എന്ന് യോഹന്നാൻ സ്നാപകൻ പറയും. അപ്പൊ അത് കഴിഞ്ഞ് 22-ാമത്തെ വാക്യത്തില് ചോദിക്കുന്നു, അവർ അവനോട്, ഈ വന്നവര് പുരോഹിതന്മാരും ലേവ്യരും അല്ലെ ഈ അന്വേഷണ കമ്മീഷൻ യോഹന്നാൻ സ്നാപകനോട് ചോദിക്കുന്നു, നീ ആരാകുന്നു ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടത്? നിന്നെ കുറിച്ച് തന്നെ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടവരോട് ഞങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ പറയണ്ടേ? നീ ആരാന്നൊന്ന് പറ. നീ ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ നീ ആരാ? അതിന് യോഹന്നാൻ കൊടുത്ത മറുപടി എന്താ? യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലെ ആ പ്രവചനം യോഹന്നാൻ അവിടെ കോട്ട് ചെയ്യുകയാണ്. യോഹന്നാൻ പറയുന്നു, എന്താ പറയുന്നത്? ഇവിടെ 23-ാമത്തെ വാക്യം, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെ ആക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോ ക്രിസ്തു അല്ല, ഏലിയാവല്ല, മോശ പ്രവചിച്ച പ്രവാചകനും അല്ല. പിന്നെ ഞാൻ ആരാണ്? യെശയ്യാവ് പ്രവചിച്ചത് എന്നെ കുറിച്ചാണ്. കർത്താവിന്റെ വഴി ഒരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ എന്ന് പറഞ്ഞ് അയക്കപ്പെട്ട പ്രവാചകൻ ഞാനാകുന്നു എന്ന് യോഹന്നാൻ പറയുകയാണ്. അപ്പൊ അത് അവര് പക്ഷെ തിരിച്ചറിയില്ല, അതവര് മനസ്സിലാക്കുന്നില്ല. അവര് മനസ്സിലാക്കാതെ പിന്നെ അവർ വീണ്ടും ചോദിക്കുക, 25-ാമത്തെ വാക്യം, എന്നാൽ നീ ക്രിസ്തു അല്ല, ഏലിയാവല്ല, ആ പ്രവാചകനും അല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. അപ്പോ എൻക്വയറി കമ്മീഷന് ഒരു റിപ്പോർട്ട് കൊണ്ട് കൊടുക്കണമല്ലോ സന്നദ്ധി സംഘത്തിന്. അവര് പറഞ്ഞു, നീ ക്രിസ്തു അല്ല, ഏലിയാവല്ല, ആ പ്രവാചകനും അല്ല. പക്ഷെ യോഹന്നാൻ പറഞ്ഞു, ഞാന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ്, കർത്താവിന്റെ വഴി ഒരുക്കാൻ വന്നവനാണ് എന്ന് പറഞ്ഞത് അവര്
ഒന്നുകിൽ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ കേട്ടില്ല. പലപ്പോഴും സത്യം മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം നമുക്ക് സംഭവിക്കാം. ഏതോസം വായിച്ചു വരുമ്പോഴും ഇതിന്റെ എന്താ ചരിത്ര പശ്ചാത്തലമോ മറ്റു കാര്യങ്ങളോ, അല്ലെങ്കിൽ കുറച്ച് ബൈബിൾ ക്വിസ് പഠിക്കും അല്ലേ. ഞാൻ എപ്പോഴും ഓർക്കും, ബൈബിൾ ക്വിസിന് അല്ലയോ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ. മോശ എത്ര ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്രയിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ നടന്നു, ഇതെല്ലാം ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും ആ പേരുകളും വർഷങ്ങളും ഒക്കെ നമ്മൾ പഠിക്കും. അങ്ങനെ പഠിച്ചിട്ട് നമ്മൾ പറയും അവർക്ക് വേദോസം നല്ലപോലെ അറിയാമോ. പക്ഷെ അതുകൊണ്ട് വലിയ ഗുണമൊന്നും, അതൊരു ഹെഡ് നോളജ് മാത്രം. ഇവിടെ ആ പറഞ്ഞ യഥാർത്ഥ സത്യം, യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ആ പ്രവാചകൻ, യെശയ്യാവ് പ്രവചിച്ച ആ പ്രവാചകൻ ഞാനാണെന്ന് പറഞ്ഞു, അത് അവർ തിരിച്ച് അറിയുന്നില്ല. എന്നിട്ട് അവർ പിന്നെയും ചോദിക്കുക, നീ ക്രിസ്തു അല്ല, ഏലിയാവല്ല, ആ പ്രവാചകനും അല്ല എന്ന് വരികയും നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിക്കും. അപ്പം യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ അവസാനത്തെ കാര്യം അവർ വിട്ടുകളഞ്ഞ് ചോദിച്ചു, നീ ക്രിസ്തു അല്ല, ഏലിയാവുമല്ല, ആ പ്രവാചകനും അല്ല, അങ്ങനെയാന്ന് നീ ഹൂ ആർ യു ടു ബാപ്റ്റൈസ് ദീസ് പീപ്പിൾ? ഈ ഇത്ര മനുഷ്യരെ വിളിച്ച് മാനസാന്തരപ്പെടുവില്ലെന്നൊക്കെ പറഞ്ഞ് സ്നാനം കഴിപ്പിക്കാൻ നിനക്കുള്ള അധികാരം എന്താണ്? നീ എന്ത് ചോദിക്കും? അതിന് ഈ യോഹന്നാന്റെ മറുപടി എന്താ? ഞാൻ വെള്ളത്തിൽ, 26-ാമത്തെ വാക്യം, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കും, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ പറയുന്നതിന്റെ ഏറ്റവും പ്രധാനം യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നത് മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അവരുടെ ദൈവം അതിനെ പരിജ്ഞാനം വെച്ച് അവർ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ യോഹന്നാൻ അവരോട് പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക്, നിങ്ങളുടെ ഇടയിൽ ഒരുത്തൻ നിൽക്കുന്നുണ്ട്, നിങ്ങൾ അറിയാത്ത ഒരുത്തൻ, the one who is standing among you is the one who you do not know. നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്, യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയാത്ത. യോഹന്നാൻ പറയുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ഈ യോഹന്നാന്റെ പ്രസക്തി എന്താണ്? ഈ ഒരാളിനെ നമ്മളെ ഒരു സാക്ഷി കൂട്ടി കയറ്റി നിർത്തണമെങ്കിൽ, ഒരു കേസില്, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിക്കുന്നത് പിടിക്കാൻ ഇപ്പൊ വിജിലൻസുകാർ പോകുമ്പം അല്ലേ, കൈക്കൂലി പണം വിജിലൻസുകാർ തന്നെ ആ നോട്ടിന്റെ നമ്പറൊക്കെ എഴുതി അതില് എന്തോ നാഫ്തലീനോ ഏതാണ്ട് പെരട്ടും, ഒരു പൊടി പെരട്ടി അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ട് ഈ കൈക്കൂലി വാങ്ങിക്കുന്ന ആളിന്റെ കയ്യിൽ ഈ നോട്ട് വാങ്ങിക്കുമ്പോ അത് പെരണ്ടിട്ട് ആ ആളിന്റെ കൈയും വെള്ളത്തിൽ മുക്കും, അല്ലെ, ഏതോ കെമിക്കൽ ചേർത്ത് വെള്ളത്തിൽ മുക്കും, ഈ നോട്ടും മുക്കും, ഈ നമ്പർ എല്ലാം എഴുതിയെടുക്കും. ഇതിനൊരു മഹസർ തയ്യാറാക്കി, ഒരു ഇത് തയ്യാറാക്കുമ്പോ 2 സാക്ഷികൾ വേണം. ആ സാക്ഷികളെ അവർ റോഡിൽ നിന്ന് വിളിച്ചു നിർത്തുന്നതല്ല, പിന്നെ എങ്ങനെയാ? ഗവൺമെന്റിലെ 2 ഗസറ്റഡ് ഓഫീസേഴ്സിനെ തന്നെ ആയിരിക്കും പാറും സാക്ഷികളായിട്ട് കൊണ്ടുപോകും. കാരണം എന്താണ്? ഈ കേസ് ഒരിക്കലും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഊരിപ്പോകരുത്. സാക്ഷികളുടെ മൊഴിക്ക് ബലം ഉണ്ടെങ്കിലേ കേസ് നിൽക്കത്തുള്ളൂ. സാക്ഷികളുടെ വിശ്വാസ്യതയ്ക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് 2 ഗസറ്റഡ് ഓഫീസേഴ്സിനെ കൊണ്ടുപോകും. എന്ന് പറഞ്ഞ പോലെ യോഹന്നാൻ ഇവിടെ യേശു ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ എന്താ വേണം? സാക്ഷികളെ ഹാജരാക്കണം. അന്നത്തെ കാലത്ത് കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി ആരായിരുന്നു? യോഹന്നാൻ സ്നാപകനായിരുന്നു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരും യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. മാത്രമല്ല 400 വർഷങ്ങൾക്ക് ശേഷം ദൈവം തന്റെ ജനത്തോട് സംസാരിപ്പാൻ അയച്ച യെശയ്യാവ് പ്രവചിച്ച പ്രവാചകനായി യോഹന്നാൻ. മാത്രമല്ല, രണ്ടാമത് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യം വായിച്ചു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 19 വരെ.
ഞാൻ നിങ്ങൾക്കായി കൂടുതൽ ഊതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപം പാടി. ആ യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു. അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നു. യേശു അവിടെ ഒരു കമ്പാരിസൺ പറയുക. മർക്കോസിന്റെ സുവിശേഷം 11:32 വായിച്ചു. മർക്കോസ് 11:32. ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെയും യഹൂദന്മാർ വന്ന് യേശുവിനെ ചോദ്യം ചെയ്യുക, അല്ലെ നീ എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു? അവിടെയും ടെമ്പിൾ ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് ആ സംഭവം. ഞാൻ ആ 11-ാം അധ്യായം 32-ാം വാക്യത്തിന്റെ പശ്ചാത്തലം ഒന്ന് പറയുകയാണ്. യെരുശലേം ദേവാലയം യേശു ശുദ്ധീകരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം യേശു ദേവാലയത്തിൽ കൂടെ നടക്കുമ്പോൾ അവര് വന്ന് ചോദിക്കുക, നീ എന്ത് അധികാരം, നിനക്ക് ഈ ദേവാലയമൊക്കെ ശുദ്ധീകരിക്കാനും ഇവിടുത്തെ കച്ചവടക്കാരെ പുറത്താക്കാനും ഈ മേശയൊക്കെ മറിച്ചിടാനും ആരാ അധികാരം തന്നത് എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നു, ഞാനും നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം, അതിന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ നിങ്ങളുടെ ചോദ്യത്തിന് ഞാനും മറുപടി പറയാം. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരുടെ ഇടയിൽ നിന്നോ വന്നിട്ടു? അപ്പം യോഹന്നാന്റെ സ്നാനം മനുഷ്യരുടെ ഇടയിൽ നിന്നാന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഒരു പ്രവാചകൻ എന്ന് എണ്ണതുകൊണ്ട് ജനമെല്ലാം യോഹന്നാനെ ഒരു പ്രവാചകൻ എന്നാണ് വിചാരിക്കും. അതുകൊണ്ട് ജനത്തെ അവർ ഭയപ്പെടും. സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ കർത്താവ് അവരോട് ചോദിക്കും, സ്വർഗത്തിൽ നിന്നാ യോഹന്നാന്റെ സ്നാനമെങ്കിൽ നിങ്ങൾ എന്നാ അവനെ അനുസരിക്കാൻ? അതുകൊണ്ട് അവർ ഉത്തരം പറഞ്ഞില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ അതിനെ കുറിച്ചാണ് മർക്കോസിന്റെ സുവിശേഷം 11:32 വായിച്ചു. മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാലോ എല്ലാവരും യോഹന്നാനെ സാക്ഷാൽ പ്രവാചകന് എണ്ണുകയാൽ അവർ ജനത്തെ ഭയപ്പെട്ടു. അതായത് യഹൂദ മതമേധാവികൾ ജനത്തെ ഭയപ്പെട്ടു. കാരണം യോഹന്നാനെ തള്ളി പറയാൻ അവർക്ക് പറ്റത്തില്ല. കാര്യം എല്ലാവരും യോഹന്നാനെ എന്തായിട്ടോ എണ്ണിയിരിക്കുന്നത് പ്രവാചകൻ. അപ്പൊ യോഹന്നാന്റെ സ്നാനം മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് പറയേണ്ടത്. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ച കാര്യം യോഹന്നാന്റെ പ്രസക്തിയെ കുറിച്ചാണ്. യോഹന്നാന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് എന്തായിരുന്നു? എല്ലാവരും യോഹന്നാനെ ഒരു പ്രവാചകൻ എന്ന് അംഗീകരിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പൊ യോഹന്നാൻ ഒരു സാക്ഷ്യം പറഞ്ഞാൽ, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ യോഹന്നാന്റെ സാക്ഷ്യത്തിന് എന്തോ ഉണ്ട്? എല്ലാവരും പ്രവാചകൻ എന്ന് അംഗീകരിച്ച ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അപ്പൊ യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യത്തിന് അത്രമാത്രം വിലയുണ്ട്. കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സാക്ഷ്യത്തെക്കാൾ വലിയ സാക്ഷ്യം എനിക്ക് ഉണ്ടെന്ന് പറയുന്നു. സ്വർഗത്തിൽ നിന്ന് തന്നെ പിതാവ് തന്നെ പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം സ്വർഗത്തിൽ നിന്ന് കർത്താവ് സ്നാനമേറ്റപ്പോഴും മറുരൂപമലയിൽ വെച്ചുകൊണ്ടായി. അപ്പൊ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷ്യമുണ്ട്. എന്നാൽ യഹൂദന്മാർ ഇത് വിശ്വസിക്കാൻ വേണ്ടി യോഹന്നാൻ പറയുകയാണ്, എല്ലാവരും പ്രവാചകൻ എന്ന് എണ്ണിയ യോഹന്നാൻ. ഈ മതമേധാവികൾ പോലും ജനത്തെ ഭയപ്പെട്ട് യോഹന്നാനെ തള്ളിപ്പറയാൻ മടിച്ചു. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. ആ യോഹന്നാന്റെ സാക്ഷ്യമാണ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നത്. അപ്പോ 400 വർഷത്തിന് ശേഷം ദൈവം ജനത്തോട് സംസാരിക്കാൻ തെരഞ്ഞെടുത്ത പ്രവാചകനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. 2, യോഹന്നാൻ സ്നാപകന് എല്ലാവരും പ്രവാചകൻ എന്ന് എണ്ണി. ഇനിയും മർക്കോസിന്റെ സുവിശേഷം 6:20 അന്നത്തെ നാടുവാഴിയായ ഹെരോദാവ് യോഹന്നാനെ കുറിച്ച് എന്താ ചിന്തിച്ചതെന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. യോഹന്നാൻ നീതിയും വിശുദ്ധിയും ഉള്ള പുരുഷനെന്ന് ഹെരോദാവ് അറിഞ്ഞവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. പിന്നെ യോഹന്നാന്റെ തലവെട്ടിയതൊക്കെ ഹെരോദാവാണ്. കാരണം സഹോദരന്റെ ഭാര്യയായി ചേർക്കുന്നത് വിഹിതമല്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ അല്ലേ ആ പെൺകുട്ടി പോയി നൃത്തം ചെയ്ത് തല വേണം എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു രക്ഷയുമില്ലാതെ സമ്മതിക്കുന്നു. പക്ഷേ ഹെരോദാവ് യോഹന്നാൻ നീതിയും വിശുദ്ധിയും ഉള്ള മനുഷ്യൻ എന്ന് അറിഞ്ഞ് അല്ലേ അവനെ ഭയപ്പെട്ടു. അപ്പൊ അന്നത്തെ രാജാവ് പോലും ഭയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആര്? യോഹന്നാൻ. സകല ജനവും അവനെ പ്രവാചകൻ എന്ന് എണ്ണി. ഹെരോദാവ് അവൻ നീതിയും വിശുദ്ധിയും ഉള്ള മനുഷ്യനെന്ന് അറിഞ്ഞ് അവനെ ഭയപ്പെട്ടു. ഇനിയും കർത്താവ് പറയുന്നുണ്ട്, ഉഭയം പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാവരെക്കാളും
ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠനാരായിരുന്നു? യോഹന്നാൻ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനായിരുന്നു, നോഹയേക്കാൾ ശ്രേഷ്ഠനായിരുന്നു. ഇനി ഇങ്ങോട്ട് വരുമ്പോ ആരെയൊക്കെക്കാൾ? മോശയേക്കാൾ ശ്രേഷ്ഠനായിരുന്നു, ശമൂവേലിനേക്കാൾ ശ്രേഷ്ഠനായിരുന്നു, ദാവീദിനേക്കാൾ ശ്രേഷ്ഠനായിരുന്നു, ഏലിയാവിനേക്കാൾ ശ്രേഷ്ഠനായിരുന്നു, ദാനിയേലിനേക്കാൾ ശ്രേഷ്ഠനായിരുന്നു. ഇവരെല്ലാവരെക്കാളും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിട്ടാണ് കർത്താവ് ആരെ ചൂണ്ടിക്കാണിക്കുന്നത്? യോഹന്നാൻ. കാരണം യേശുക്രിസ്തുവിന്റെ വഴി ഒരുക്കുവാനായിട്ട് ദൈവം അയച്ച പ്രവാചകനായിരുന്നു യോഹന്നാൻ. ഇനി മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 1:15 എന്ന് പറയും. ലൂക്കോസിന്റെ സുവിശേഷം 1:15. ആ യോഹന്നാനെ കുറിച്ച് പറയുകയാണ്, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. അവൻ വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ആ അധ്യായത്തിന് തന്നെ 44-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യേശുവിന്റെ അമ്മയായ മറിയ എലിസബത്തിനെ കാണാൻ ചെന്നപ്പോ എന്തോ സംഭവിച്ചത്? ആ മറിയോട് എലിസബത്ത് പറയുകയാണ്, നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ ആ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട്. അങ്ങനെ ഒരാളിനെ കുറിച്ച് ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തി ആരാ? അങ്ങനെ ഒരാൾ അതുവരെ ജനിച്ചിട്ട് ഗർഭത്തിൽ വെച്ച് ശുദ്ധീകരിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും. പക്ഷെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ വ്യക്തിയായിരുന്നു ആര്? യോഹന്നാൻ സ്നാപകൻ. അവനെ എല്ലാവരും പ്രവാചകനും അംഗീകരിച്ചു. ഹെരോദാവ് നാടുവാഴി പോലും അവൻ നീതിയും വിശുദ്ധിയുമുള്ള മനുഷ്യനെന്നറിഞ്ഞ് ഭയപ്പെട്ടു. അപ്പോ യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ ഒന്നാമത്തെ സാക്ഷിയായിട്ട് അവതരിപ്പിക്കുന്ന ആരെയാ? യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യമാണ് ഇത് ബെഥാന്യയിൽ സംഭവിച്ചെന്നാണ് പറയുന്നത്. അതുകൂടെ ഒന്ന് പറയാം. 28-ാമത്തെ വാക്യത്തിൽ യോർദാനക്കരെ ഈ ഡെലിഗേഷൻ വരുന്നത് യെരുശലേമിൽ നിന്ന് അന്വേഷണ കമ്മീഷനെ വിട്ടപ്പം അവര് യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്നുണ്ട്. അതെവിടായിരുന്നു? യോർദാനക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബെഥാന്യയിലാണ്. ഈ ബെഥാന്യയും മറിയയുടെയും മാർത്തയുടെയും ലാസറുടെയും ഗ്രാമമായ ബെഥാന്യയും ഒന്നല്ല. ആ ബെഥാന്യ എന്ന് പറയുന്ന യെരുശലേമിൽ നിന്ന് 2 മൈൽ മാത്രം ദൂരമുള്ള ഒരു സ്ഥലമായിരുന്നു, അല്ലെ? ബെഥാന്യക്കും ബെത്ഫാഗയ്ക്കും അടുത്തപ്പോഴാ യേശു കഴുതക്കുട്ടിയെ അയക്കാനായിട്ട് ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നു. അപ്പൊ ആ ബെഥാന്യക്ക് യെരുശലേമിൽ നിന്ന് 2 മൈൽ മാത്രമേ ദൂരമുള്ളൂ. ആ ബെഥാന്യ അല്ല ഇത്. ഈ ബെഥാന്യ എവിടാണെന്ന് എക്സാക്ട് ലൊക്കേഷൻ ഈസ് നോട്ട് നോൺ, എവിടാണെന്ന് അറിയത്തില്ല. എങ്കിലും ഇത് യോർദാന്റെ കിഴക്ക് ഭാഗമാണ്. യോർദാൻ അക്കരെ ബെഥാന്യയിൽ, അത് അവിടെ ചേർന്ന് പറഞ്ഞു എന്ന് മാത്രമേ. എന്നാൽ ഈ യോഹന്നാന്റെ സാക്ഷ്യം എന്താ? യോഹന്നാന്റെ സാക്ഷ്യം പറയുന്നു, പിറ്റന്നാൾ അടുത്ത ദിവസം ഈ യോഹന്നാൻ സ്നാപകം പറയുകയാണ്, പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്. ഈ ഡെലിഗേഷൻ വന്നപ്പോ യേശു അവിടെ ഇല്ല. എന്നാൽ പിറ്റന്നാൾ യോഹന്നാൻ സ്നാപകൻ അവിടെ നിൽക്കുമ്പോൾ യേശു അവന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നുവെന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു. യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്തേണ്ടതിനായിട്ടാണ് ദൈവം ആരെ അയച്ചത്? യോഹന്നാൻ സ്നാപകനെ. അതാണ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാവിത്, കർത്താവിന് വഴി ഒരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ എന്ന് പറഞ്ഞ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായി ശ്രേഷ്ഠനായി അബ്രഹാമിനെക്കാളും മോശയെക്കാളും ദാവീദിനെക്കാളും നോഹ, ദാനിയേൽ, ഇയ്യോബ് എല്ലാ പുരുഷന്മാരെക്കാളും വലിയവനായ യോഹന്നാന്റെ സാക്ഷ്യം ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ അവതരിപ്പിക്കുകയാണ്. എന്തിനാ അവതരിപ്പിക്കുന്നത്? ഈ യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം എന്തിനാ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 20:31 യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടിട്ട് വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ സുവിശേഷം എഴുതുന്നത്. അങ്ങനെ ഒന്നാമത്തെ സാക്ഷിയായി യോഹന്നാൻ സ്നാപകനെ അവതരിപ്പിക്കും.
ആ യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യേശു വരുന്നത് കണ്ട് അവൻ വിളിച്ചു പറയില്ല, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ എനിക്ക് യോഗ്യതയില്ല, ഞാൻ അവനെ അറിഞ്ഞില്ല. പിന്നെയും സാക്ഷ്യം പറഞ്ഞു, 32-ാമത്തെ വാക്യം, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു, ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങി വസിക്കുന്നത് നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കും. ഇനി ആ സാക്ഷ്യത്തെ കുറിച്ച് അടുത്ത ദിവസം നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സാക്ഷ്യത്തിന്റെ പിൻബലം എന്തായിരുന്നു? അവൻ ദൈവം അയച്ച പുരുഷനായിരുന്നു. അതുവരെയുള്ള എല്ലാ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫറ്റ്സിനേക്കാളും പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന സകല മനുഷ്യരെക്കാളും ശ്രേഷ്ഠനായിരുന്നു എന്ന് കർത്താവ് തന്നെ സാക്ഷ്യം പറഞ്ഞു. മാത്രമല്ല, മലാഖിക്ക് ശേഷം പിന്നീടുള്ള 400 സംവത്സരം ദൈവം തന്റെ ജനത്തോട് സംസാരിക്കാതിരുന്നപ്പോൾ ആ നിശബ്ദത ഭേദിച്ച് ദൈവത്തിന്റെ വചനം ലോകത്തെ അറിയിച്ച ദൈവം അയച്ച പ്രവാചകനായിരുന്നു യോഹന്നാൻ. അവൻ മാനസാന്തരം പ്രസംഗിച്ചു. എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു, അവൻ ദൈവപുത്രൻ, യേശു ദൈവപുത്രനാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് സാക്ഷ്യം പറഞ്ഞു. പലപ്പോഴും നമ്മളും സത്യമൊക്കെ അറിയും, ഒത്തിരി സത്യം നമുക്കറിയാം. യഹൂദന്മാരയച്ച അന്വേഷണ കമ്മീഷൻ അല്ലെ, 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അന്വേഷണ കമ്മീഷൻ, യെരുശലേമിൽ നിന്ന് വന്ന അന്വേഷണ കമ്മീഷൻ പുരോഹിതന്മാരും ലേവ്യരും. അവർക്ക് ദൈവം അതിന് അറിയാമായിരുന്നു. അവർക്ക് ദൈവം അതിന് അറിയാവുന്നത് കൊണ്ടാണ് ക്രിസ്തു വരും, മശിഹ വരുമെന്ന് അവർക്ക് അറിയാമായിരുന്നു, ഏലിയാവ് വരുമെന്ന് അവർക്ക് അറിയാമായിരുന്നു, മോശ പ്രവചിച്ച പോലെ ഒരു പ്രവാചകൻ വരുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ യോഹന്നാൻ സ്നാപകന്റെ ശബ്ദം അവര് തിരിച്ചറിഞ്ഞു. യോഹന്നാൻ പറഞ്ഞ വാക്കുകളെ അവർക്ക് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞു. പലപ്പോഴും സത്യവാദിനം കേട്ടിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാൻ, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയേണ്ടവനെ തിരിച്ചറിയാതിരിക്കുന്ന ഒരു വലിയ സങ്കടകരമായ അവസ്ഥ അനേകർക്കുണ്ട്. വചനം കേട്ടിട്ടും അതിനെ തിരിച്ചറിയും. ദൈവം 400 വർഷത്തെ നിശബ്ദത ഭേദിച്ച് യോഹന്നാൻ സ്നാപകനെ അവരുടെ അടുക്കിലേക്ക് അയച്ചപ്പോൾ സത്യം കേട്ടിട്ടും സത്യം തിരിച്ചറിയാതെ അവരുടെ മുൻവിധികളും മുൻധാരണകളുമായി നടന്നകന്ന് യേശുവിനെ നിരസിച്ച ഒരു ജനതയായിട്ടാണ് നാം യഹൂദന്മാരെ മനസ്സിലാക്കുക, അല്ലെ? യഹൂദ മതമേധാവികളെ പ്രത്യേകിച്ചും മനസ്സിലാക്കും. അവർ യേശുവിനെ കുറിച്ച്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടു. അവൻ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു, നാം അവനെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് ഈ യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നത്. അത് നമ്മുടെ ഈ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കും. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. വചനം ധാരാളമായി കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ വചനത്തിലെ ധാരാളം കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാതെ, സത്യം തിരിച്ചറിയാതെ ദൈവം നിശബ്ദത ഭഞ്ജിച്ചുകൊണ്ട് തന്റെ വചനം നമ്മിലേക്ക് അയക്കുമ്പോൾ അത് കൈക്കൊള്ളാതെ പോകുന്ന കുറവ് കർത്താവെ ക്ഷമിക്കണമേ. തിരിച്ചറിയേണ്ടത് തിരിച്ചറിയുവാൻ, കൈക്കൊള്ളേണ്ടവനെ കൈക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ബ്രദർ